നമസ്കാരം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ നിന്ന് അത്യന്തം കൗതുകകരവും അതേസമയം ചർച്ചാവിഷയവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രയേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭാരതത്തിന് നന്ദി രേഖപ്പെടുത്തിയ സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വെറുമൊരു നയതന്ത്ര നീക്കത്തിനപ്പുറം എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്? ആ മിസൈലുകളിൽ എഴുതിയ വരികൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ സൈനിക നീക്കത്തിനിടെയാണ് ഈ ദൃശ്യങ്ങൾ പുറംലോകം കണ്ടത്. ഇറാന്റെ എയ്റോസ്പേസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ മിസൈലുകളിൽ നീല മാർക്കർ ഉപയോഗിച്ച് താങ്ക് യു പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതുന്ന ദൃശ്യങ്ങൾ മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് തന്നെയാണ് പുറത്തുവിട്ടത്. കേവലം ഇന്ത്യയോട് മാത്രമല്ല, തങ്ങളോട് അനുഭാവം പുലർത്തുന്ന സ്പെയിൻ, പാകിസ്ഥാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ഇറാൻ ഇത്തരത്തിൽ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് അവർ വിളിക്കുന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് ഈ മിസൈലുകൾ വിക്ഷേപിക്കപ്പെട്ടത്. ഇന്ത്യയുമായുള്ള ഇറാന്റെ ഈ പുതിയ അടുപ്പത്തിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് സമുദ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ടതാണ്. ആഗോള വിപണിയിൽ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുമായും ഇസ്രയേലുമായും ബന്ധമുള്ള കപ്പലുകൾക്ക് അവിടെ കർശന വിലക്കുണ്ട്. എന്നാൽ ഇന്ത്യയെ തങ്ങളുടെ ഉറ്റ സുഹൃത്തായി പ്രഖ്യാപിച്ച ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് അവിടെ സുരക്ഷിതമായ പാത ഉറപ്പു നൽകി. യുദ്ധസമാനമായ ഈ സാഹചര്യത്തിലും ഇന്ത്യയുടെ വ്യാപാരത്തെ ബാധിക്കാത്ത രീതിയിൽ ഇറാൻ സ്വീകരിച്ച ഈ നിലപാട് വലിയൊരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ടാമത്തെ കാരണം, യുദ്ധത്തിന്റെ ദുരിതമനുഭവിക്കുന്ന ഇറാനിലെ ജനതയ്ക്കായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള മാനുഷിക സഹായങ്ങൾ ഒഴുകിയിരുന്നു. പ്രത്യേകിച്ച് കാശ്മീരിൽ നിന്നുള്ള സഹായങ്ങൾ ലോക ശ്രദ്ധ നേടി. സ്വന്തം കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വരെ ഊരി നൽകിയാണ് കശ്മീരിലെ സ്ത്രീകൾ ഇറാനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. 30 വർഷത്തോളം ഓർമ്മയ്ക്കായി സൂക്ഷിച്ച സ്വർണം വരെ ഇറാന് നൽകിയ സ്ത്രീകളുടെ കഥകൾ ഇറാൻ എംബസി പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രകടിപ്പിച്ച ഈ സ്നേഹത്തിനും കരുതലിനുമുള്ള പ്രത്യുപകാരമായാണ് മിസൈലുകളിൽ ഈ നന്ദിവാചകം കുറിക്കപ്പെട്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി കൂടിയാണ്. ഒരു വശത്ത് ഇസ്രയേലുമായും അമേരിക്കയുമായും ശക്തമായ ബന്ധം പുലർത്തുമ്പോൾ തന്നെ മറുവശത്ത് ഇറാന്റെ ഇത്തരം പ്രകടനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നത് ഇന്ത്യയുടെ നയതന്ത്രജ്ഞർക്ക് വലിയൊരു പരീക്ഷണം തന്നെയാണ്. സംഭാഷണങ്ങളിലൂടെയും സമാധാനപരമായ ചർച്ചകളിലൂടെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട്. മിസൈലുകളിലെ ഈ നന്ദിവാചകങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങളുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാട്ടിത്തരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.